ഒരു ന്യൂ ഇയർ സെലിബ്രേഷനിലേക്ക് നാട് കടക്കുമ്പോൾ എനിക്ക് മൊത്തത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള വിഷയം, അന്ന് പാതിരാത്രി മുഴുവനും ഉറക്കമുളച്ച് കാത്തിരുന്ന് 12 മണി ആകാൻ കാത്തിരുന്ന് ആദ്യത്തെ ന്യൂ ഇയറിന്റെ ആശംസകൾ പറഞ്ഞ് അതിന്റെ സെലിബ്രേഷനിലൂടെ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരു വർഷം നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ ആഘോഷിക്കുകയാണോ വേണ്ടത്? അള്ളാഹു എനിക്ക് കണക്കാക്കിയൊരു സമയം, എൻ്റെ ആയുസിന്റെ സമയം, അതിൽ നിന്ന് ഇത്രയും കടന്നുപോയി. എൻ്റെ ഖബറിലേക്കുള്ള ദൂരം ഞാൻ അടുത്തിരിക്കുന്നു. ഒരു ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ചലിക്കുമ്പോൾ നമ്മളിൽ ഓർമ്മിപ്പിക്കേണ്ട ചിന്ത, എൻ്റെ ആയുസ്സെന്ന് അത്രയും സമയം കടന്നുപോയി എന്നുള്ളതാണ്. എൻ്റെ ഖബറിലേക്കുള്ള കാലടികൾ ഞാൻ അടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുത്ത് റസൂൽ പറഞ്ഞില്ല, നിങ്ങളിൽ ഉത്തമനാരാണെന്നറിയോ? ത്വാല ഉംറുഹു വഹസുന അമലു. ആയുസ് കുറെ കൂടുതൽ കിട്ടി എന്നുള്ളവനല്ല, അമലുകളെ കൂടുതലായി വർദ്ധിപ്പിക്കുന്നവനാണ്. ആയുസ് കൂടുതൽ കിട്ടുകയും ആ ആയുസ്സിൽ അമലു സ്വാലിഹാത്തുകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമരെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു തഹജ്ജുദ് നമസ്കാരത്തിന് പോലും എണീക്കാത്തവർ, അള്ളാന്റെ സുബഹിക്ക് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ മനസ്സില്ലാത്ത ആളുകളാണ് 12 മണിക്ക് ന്യൂ ഇയറിന്റെ സെലിബ്രേഷന് വേണ്ടി പോകുന്നതെങ്കിൽ എവിടേക്കാണ് നമ്മുടെ സഞ്ചാരമുള്ളത്, എവിടേക്കാണ് നമ്മുടെ ഈമാൻ ഉള്ളത് എന്ന് നാം ഓരോരുത്തരും ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു വിഷയം, ന്യൂ ഇയറിന് വേണ്ടി ആശംസകൾ നേരുന്ന സാഹചര്യങ്ങൾ, അവിടെ ഉലമാ ആ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഒരു സമീപനങ്ങൾ, ഹിജറ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ന്യൂ ഇയറിന് വേണ്ടി ആശംസ നേരേണ്ട വിധിയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു ലഹ അസ്ലൻ ഇൻ അനി സലഫി സ്വാലിഹ്. സലഫ് സ്വാലിഹുകളുടെ അടുക്കലേ അതിന് യാതൊരു അസ്ലും ഞാൻ കാണുന്നില്ല. വലാ അഅലമു ശൈഅൻ മിന സുന്ന, സുന്നത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഔ മിനൽ കിതാബിൽ അസീസ്, അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ വിശുദ്ധ ഖുർആനിലും അതിന് യാതൊരു തെളിവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ലാകിൻ മൻ ബദഅക ബിദാലിക ഫലാ ബഅസ അൻ തഖൂൽ വ എന്നാൽ ഒരാൾ നിന്നോട് ഇങ്ങോട്ട് തുടങ്ങി, അയാൾ നിങ്ങളോട്, അദ്ദേഹം അതിന് എക്സാമ്പിൾ വരെ പറഞ്ഞു, കുല്ലു ആം വ അൻതും ബിഖൈർ എന്നൊരാള്, ആ വർഷം മുഴുവൻ നിങ്ങൾക്ക് ഖൈറായിരിക്കട്ടെ എന്നൊരാൾ പറഞ്ഞാൽ, വ അൻത കദാലിക്, താങ്കൾക്ക് അതുപോലെ ആയിരിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നതിന് എന്തില്ല, വിരോധമില്ല എന്ന് ഹിജറ വർഷത്തിന്റെ വിഷയത്തിൽ ഇബ്നു ബാസ് അവിടെ പറയുന്നുണ്ട്. എന്നാൽ അമൽ ബിദാഅ ഫലാ നഅലമു ലഹ അസ്ല, നമ്മൾ തുടങ്ങി വെക്കാൻ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അഥവാ ഒരാൾ നമുക്ക് ഈ വർഷം നിങ്ങൾക്ക് ഖൈറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ താങ്കൾക്കും അതുപോലെ ആകട്ടെ എന്ന് പറയാം. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് പറയാൻ യാതൊരു അടിസ്ഥാനം പോലില്ല. ഇതുപോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഹിജറ വർഷത്തിന്റെ വിഷയത്തിലാണ് ഇത് വരുന്ന. ക്രിസ്താബ്ദാൻ ഹിജറ വർഷത്തിന്റെ വിഷയത്തിൽ പോലും ഇബ്നു ബാസ് പറയുന്നത് നമുക്കങ്ങനെ തുടങ്ങി വെക്കാൻ പോലും അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ താങ്കൾക്കും അതുപോലെ ആകട്ടെ എന്ന് പറയാമെന്നല്ലാതെ ഈ ആശംസ നേരാൻ നടക്കലും. നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്, മറ്റുള്ള സെലിബ്രേഷനുകൾ ഇതിന്റെ പേരിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ഹക്കിനെ, എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാൻ, മറ്റുള്ള പാശ്ചാത്യന്റെ ആഘോഷങ്ങളിൽ മുഴുകി സമയം കളയേണ്ടവനല്ല മുഅ്മിൻ എന്നൊരു ചിന്താഗതി നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു വരണം. ഇശാ കഴിഞ്ഞാൽ കിടക്കാൻ നിർണയിക്കപ്പെട്ട സമയങ്ങളിലൂടെ കിടക്കാനും, രാത്രി നമസ്കാരത്തിന് സമയം കണ്ടെത്താനും, സുബഹികൾക്ക് നേരത്തെ ജമാഅത്തിനെത്താൻ കഴിയുന്ന ആളുകൾ അതിനുള്ള സമയം കണ്ടെത്താനും, ഓരോ സമയവും നമ്മുടെ ഖബറിലേക്കുള്ള പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കി കൂട്ടാനും ഓർക്കണം. ഈ 2020 കടന്നു പോകുമ്പോൾ 2021 നമ്മൾ കടക്കുമ്പോൾ ആയുസ്സിൽ അല്ലാഹു നിർണയിച്ച ഒരു വർഷം കൂടെ കടന്നുപോയി എന്ന ഒരു ആവലാതിയും ഒരു ചിന്തയും കൂടുതൽ ധൃതിപ്പെടാനുള്ള ഒരു മനസ്സുമാണ് നമ്മളിലൂടെ കടന്നു വരേണ്ടത്. ദുനിയാവിൽ എല്ലാ കാര്യത്തിനും നമുക്കതുണ്ട്. ഭൗതികമായ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ ഡേറ്റ്, കല്യാണമെത്തുന്ന ഡേറ്റിന് മുമ്പ് ഒരുക്കേണ്ട പണികൾക്ക് നാം ധൃതിപ്പെടാറുണ്ട്. ഹൗസ് വാമിംഗ് എന്ന ഡേറ്റ് കണ്ടാൽ അതിനു മുമ്പ് വീടിന്റെ പണി പൂർത്തീകരിക്കാൻ നമ്മൾ ധൃതി കാണിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇതിന്റെ ഡേറ്റ് എപ്പോഴാണെന്ന് നമുക്കറിയില്ല, മരണത്തിന്റെ. അത് ഇന്ന് വൈകുന്നേരമാണോ അറിയില്ല. പക്ഷേ ക്ഷണിക്കാതെ കടന്നെത്തുന്ന അതിഥി നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും ധൃതിപ്പെട്ട് അതിനു വേണ്ടി തയ്യാറെടുക്കാൻ നമ്മൾ തയ്യാറാവുക. ഓരോ രാത്രികളും പശ്ചാത്തപിക്കുന്ന മനസ്സോടുകൂടെ സംഭവിച്ച തെറ്റുകളോട് പശ്ചാത്തപിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.